കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ വിഷമത്തിലാക്കിയെന്ന സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. കരുവന്നൂരിലുണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാകാത്തത് തൃശൂർ മേയർ എൻ.കെ. വർഗീസ് ടേം വ്യവസ്ഥ ലംഘിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ തൃശൂരിൽ ചേർന്ന സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടാണ് പുറത്തുവരുന്നതിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടടക്കം പാർട്ടിയെ വിഷമത്തിലാക്കി എന്ന് പറയുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് പുരോഗമിക്കുകയാണ്. കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സമ്മേളനം പുരോഗമിക്കുന്നത്. രാവിലെ നടന്ന ആ പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം.എം. വർഗീസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഒന്ന്, വൃന്ദ സൂചിപ്പിച്ച പോലെ കരുവന്നൂർ ബാങ്ക് അഴിമതി വിഷയം. ഈ വിഷയം കരുവന്നൂരിൽ മാത്രമല്ല ജില്ലയിലെ ആകെ തന്നെ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായ ക്രമക്കേട് ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഒന്നാണെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഈ കരുവന്നൂർ ബാങ്കിലെ ഈ അഴിമതി മറ്റ് സംസ്ഥാനത്തെ ഉൾപ്പെടെ, ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്ത് തന്നെ മറ്റ് സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് വരെത്തി. മറ്റ് പാർട്ടികൾ ഈ കരുവന്നൂർ വിഷയം മുതലെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നതുൾപ്പെടെയുള്ള ഗൗരവകരമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും മറ്റൊരു വിഷയം കൂടി റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ മേയർക്കെതിരെയാണ് ആ പരാമർശം ഉള്ളത്. മേയർ ടേം വ്യവസ്ഥ ലംഘിച്ചു. 2.5 വർഷം എം.കെ. വർഗീസ് മേയറും അതിനുശേഷം സിപിഎമ്മിന് മേയർ പദവി വെച്ചുമാറാമെന്ന കരാറിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻധാരണയിലായിരുന്നു എം.കെ. വർഗീസ് മേയർ സ്ഥാനം ഏറ്റെടുത്തത്. പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ടും മേയർ അതിൽ നിന്നും പിന്മാറി മേയർ സ്ഥാനം തന്നെ കൊടുക്കുന്നു. രാജിയിലേക്ക് അദ്ദേഹം തയ്യാറായില്ല. ഈ ഒരു കാര്യം കൂടി വലിയ വിവാദമായി വിഷയത്തെ ഉയർത്തിക്കാട്ടി ജില്ലാ ഉൾപ്പെടെ അല്ലെങ്കിൽ CS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ മേയർക്കെതിരെ പലതവണ രംഗത്തെത്തിയിരുന്നു. മേയറുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുമായുള്ള ഒരു നിലപാട്, BJPയുമായി ഉള്ള ഒരു നിലപാട് വളരെ അധികം തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിലേക്ക് നയിച്ച ഒരു ഘടകം കൂടി എന്ന തരത്തിലുള്ള അഭിപ്രായത്തിലേക്കൊക്കെ VS സുനിൽകുമാർ എത്തിയിരുന്നു. എന്തായാലും റിപ്പോർട്ട് അവതരണപ്പോഴും പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ കരുവന്നൂർ ബാങ്ക് അഴിമതി വിഷയവും അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ടേം വ്യവസ്ഥ ലംഘിച്ച വിഷയവുമാണ് പ്രധാനമായും ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമായി തന്നെ പാർട്ടി കണക്കിലെടുത്തു എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കും. വൃന്ദ. ശരി.